ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ക്യാരറ്റ് ജ്യൂസാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ എങ്ങനെ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കുന്ന അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം എന്താ വെച്ചാൽ പച്ചയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ റോസ് സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം തണവാറാൻ വയ്ക്കുക. തണവാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ നല്ലതാണ്. നമ്മൾ ജ്യൂസൊക്കെ നല്ല തണുപ്പിച്ചിട്ടല്ലേ കഴിക്കുക. അപ്പോൾ ഒന്ന് തണുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ല റൂം ടെമ്പറേച്ചർ ആയാലും മതി. കാരണം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പാലാണ്. അപ്പോൾ ഞാൻ ഈ പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ഐസ് ബോക്സിൽ വെച്ചിട്ട് ഐസ് ക്യൂബുകളാക്കി എടുത്തതാണ്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഷെയ്ക്കിലൊക്കെ ചെയ്യുന്നത് പോലെ പച്ചപ്പാൽ തണുപ്പിച്ചാലും മതി. പക്ഷെ ഞാനിവിടെ തിളപ്പിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യം നട്ട്സാണ്. നട്ട്സ് അത്യാവശ്യമൊന്നുമില്ല, പക്ഷേ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നട്ട്സ് ഇട്ടെന്ന് മാത്രം. 2 ബദാം പരിപ്പ്, 3 അണ്ടിപ്പരിപ്പ് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒന്ന് ലൂസാക്കിയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം. അപ്പോൾ 1/2 ഗ്ലാസ് പാല് തിളപ്പിച്ചതാണ് ഇത് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇതിന് ഒരു എസൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ വാനില എസൻസ് ആണ് കൊടുക്കുന്നത്. കാരണം ഈ ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുത്താലും മതി. ഇവിടെ ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല, അത് കാരണമാണ് വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാം ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇത് കുറച്ചേ ഉള്ളൂ, ക്യാരറ്റ് കുറച്ചേ ഉള്ളൂ. അപ്പം മുമ്പ് ക്യാരറ്റും നട്ട്സും പഞ്ചസാരയും വാനില എസൻസും ചേർത്ത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ പാല് ഒഴിച്ച് കൊടുക്കാം. പാലൊന്ന് അടിച്ചതിന് ശേഷം ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതിൽ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ജ്യൂസ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ വേവിച്ച ക്യാരറ്റാണ് ആദ്യം തന്നെ അടിച്ചെടുത്തത്. അപ്പോൾ നന്നായി ഫൈനായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് അരയ്ക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ടുള്ള ജ്യൂസ് തന്നെ നമുക്ക് കിട്ടും. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മുടെ നല്ല അടിപൊളി ക്യാരറ്റ് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. നമ്മളിതിനകത്ത് വാനില എസൻസ് ചേർത്ത കാരണം തന്നെ നല്ലൊരു ഷെയ്ക്കിൻ്റെ സ്മെല്ലാണ് നമ്മൾ ഈ ജ്യൂസിന്. അപ്പോൾ ഷെയ്ക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമായിരിക്കും. അതുപോലെ നിങ്ങൾക്കത് ഷെയ്ക്ക് തയ്യാറാക്കണമെന്നാണ് തോന്നുന്നത് വെച്ചെങ്കിൽ നമ്മൾ ഇതിൽ ഒഴിച്ച 1/2 ഗ്ലാസ് തണുത്ത വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിക്കാതെ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഷെയ്ക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ഷെയ്ക്ക് തയ്യാറാക്കാം. നല്ല കട്ടിക്കാണ് വെച്ചെങ്കിൽ ലൂസിലായാലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്